ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ടോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചാണ്. എല്ലാവർക്കും അറിയാം വിഷൻ ബോർഡ് എന്താണെന്നുള്ളത്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ട് നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ വിഷൻ ബോർഡിൻ്റെ ബെനിഫിറ്റ്സ്, അതായത് ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് വിഷൻ ബോർഡ്. അതെല്ലാവർക്കും അറിയാം. പലരും വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ വിഷൻ ബോർഡ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തത്? സാധാരണ നമ്മൾ ഓരോ ടെക്നിക്ക് ചെയ്യുമ്പോഴും അത് ഓരോ ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ ചെയ്യുന്നത് നമ്മൾ. പക്ഷേ വിഷൻ ബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്താ? നമുക്ക് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഒരുമിച്ച് ചിത്രങ്ങളാക്കി വയ്ക്കാൻ പറ്റും അല്ലേ? എല്ലാ ആഗ്രഹങ്ങളും ഇതിൽ ഒരുമിച്ച് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ എല്ലാ മനസ്സിൽ ആദ്യം കാണുന്നത് എന്താ? പിക്ചറാണല്ലേ. അതിനുശേഷമാണത് റിയാലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ആദ്യം വരുന്നത് മനസ്സിലൊരു പിക്ചർ പോലെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരു പിക്ചറാക്കി മാറ്റുന്നതാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് ശരിക്കും നിങ്ങൾക്ക് പറ്റുന്ന പോലെ എത്രയും ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ്. നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നണം, അതേപോലെ തന്നെ കളർഫുള്ളും ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു മനസ്സിൽ കാണുന്ന അതേപോലെ നമുക്ക് ആ വിഷൻ ബോർഡിലും കാണാൻ പറ്റുള്ളൂ. ഇത്രയും കളർഫുൾ ആക്കുക, അതേപോലെ ബ്യൂട്ടിഫുള്ളും ആക്കുക. നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. വീട്, കാറ്, റിലേഷൻഷിപ്പ്, ഫാമിലി ലൈഫ്, കുട്ടികളുടെ പഠിത്തം, മാരേജ്, പണം, ഇതെല്ലാം ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണല്ലേ. അതായത് നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതോ ചെറുതോ എന്തോ ആയിക്കോട്ടെ, സ്വപ്നങ്ങളുണ്ടെങ്കിൽ അവ യാഥാർത്ഥ്യമാക്കുന്നുവെന്ന് നിങ്ങൾക്കെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? ആദ്യം വേണ്ടത് ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തത വേണം, അതായത് ക്ലാരിറ്റി വേണം. നല്ല വ്യക്തതയുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് വിഷൻ ബോർഡ്. ഇനി നമുക്ക് വിഷൻ ബോർഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് ക്ലാരിറ്റി. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ ക്ലാരിറ്റി നൽകുന്നു. നിങ്ങൾക്ക് കൃത്യമായി എന്താണ് വേണ്ടത്? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം വ്യക്തതയില്ലാത്തതാണ്. ആ വ്യക്തത കൈവരിക്കാൻ ആദ്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കുക. അതിനുശേഷം അതിനു വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സ് ശേഖരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിനൊരു ക്ലാരിറ്റി കിട്ടും. കൂടാതെ നിങ്ങൾക്ക് ഒരു വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ദൃശ്യത്തെ വ്യക്തമായ ലക്ഷ്യങ്ങളാക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ പിന്തുടരുന്നൊരു റൂട്ട് മാപ്പാണിത്. ഈ രണ്ടാമത്തെ പ്രയോജനം, വിഷൻ ബോർഡ് കൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം എന്താണ്? വലിയ സ്വപ്നങ്ങൾ കാണാൻ വിഷൻ ബോർഡ് നിങ്ങളെ സഹായിക്കും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ശരിക്കും ചിന്തിക്കാനും നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ക്ലാരിറ്റിയിൽ വിഷ്വലൈസ് ചെയ്യാനും ഈ വിഷൻ ബോർഡ് നിങ്ങളെ സഹായിക്കും. നമ്മൾ പലപ്പോഴും എനിക്കിത് ഒരിക്കലും കഴിയില്ല, അല്ലെങ്കിൽ എനിക്കിത് പരിധിക്ക് അപ്പുറമാണ് എന്നൊക്കെ നമ്മൾ എപ്പോഴും വിചാരിക്കാറും പറയാറും ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഒരു വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരിമിതികൾ മറികടന്ന് വിശാലമായി ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങൾ കാണാൻ വിഷൻ ബോർഡ് നിങ്ങളെ സഹായിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, സ്ഥിരതയും ഉത്തരവാദിത്വവും നിലനിർത്താൻ വിഷൻ ബോർഡ് നിങ്ങളെ സഹായിക്കുന്നു. ഓരോ വർഷവും നമ്മൾ ഓരോ പുതിയ തീരുമാനങ്ങൾ എടുക്കും. അത് വർഷം മുഴുവൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പ്രയാസമാണല്ലേ. അതായത് 12 മാസം മുഴുവൻ അത് നിലനിർത്തുന്നത് നമുക്കതൊരു വലിയ വെല്ലുവിളിയാണ്. എന്നാൽ നിങ്ങൾ ഒരു വിഷൻ ബോർഡ്
നല്ല കളർഫുള്ളായിട്ട് സൃഷ്ടിച്ചു കഴിഞ്ഞാലോ, അത് നമ്മൾ ഡെയിലി കാണുമ്പോൾ തന്നെ ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഉത്തരവാദിത്വം 3 ഇരട്ടിയായി വർദ്ധിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് വിഷൻ ബോർഡിൻ്റെ പ്രയോജനങ്ങളാണ്. ഒന്നാമത്തെ പ്രയോജനം നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ക്ലാരിറ്റി നൽകുന്നു. രണ്ടാമത്തെ കാര്യം വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മളെ സഹായിക്കുന്നു. മൂന്നാമത്തെ കാര്യം സ്ഥിരതയും ഉത്തരവാദിത്വവും നിലനിർത്താൻ വിഷൻ ബോർഡ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ വിഷൻ ബോർഡ് നിങ്ങൾ ഡെയിലി കാണാൻ കഴിയുന്ന സ്ഥലത്ത് വെക്കണം. നിങ്ങളുടെ ഓഫീസിലായാലും വീട്ടിലായാലും. വലിയ ഒരു ചാർട്ട് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹങ്ങൾ, അതിനനുസരിച്ചുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ നമുക്കതിനകത്ത് അഫർമേഷൻസും എഴുതാം. അപ്പം നമ്മൾ ഡെയിലി ഈ വിഷൻ ബോർഡ് കാണുമ്പോൾ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് പ്രചോദനം തോന്നിക്കുന്ന അഫർമേഷൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഫർമേഷൻസും അതിനകത്ത് എഴുതാം. അതിൽ നമ്മുടെ വീട്, റിലേഷൻഷിപ്പ്, ഫാമിലി, ലവ്, ഹെൽത്ത് എല്ലാം പ്രത്യേകമായിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇതൊക്കെയാണ് വിഷൻ ബോർഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിൻ്റാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഇതെങ്ങനെയാണ് നമുക്ക് വർക്കാവുന്നത് എന്നുള്ള കാര്യമാണ്. ഡെയിലി നമ്മൾ എങ്ങനെയാണിത് വിഷ്വലൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. എല്ലാ ദിവസവും രാവിലെയാണ് നമ്മളിത് കാണേണ്ടത്. ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി വിഷൻ ബോർഡ് കണ്ട ശേഷം നമ്മൾ അത്രയും നല്ല ഒരു ഫീലിങ്ങോടെ ആയിരിക്കണം അത് കാണേണ്ടത്, സന്തോഷത്തോടെ. അതിനുശേഷം കണ്ണുകൾ അടച്ച് വിഷ്വലൈസ് ചെയ്യുക. ഇപ്പം നമ്മുടെ മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഈ വിഷൻ ബോർഡ് നമുക്ക് കാണുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ മനസ്സിലേക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരും. അത് കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യണം. നമുക്ക് കിട്ടിയതായിട്ട് ആ ഫീല് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ. അപ്പോഴാണ് വിഷൻ ബോർഡ് വർക്ക് ചെയ്യുന്നത്. കണ്ണുകൾ അടച്ച് വിഷ്വലൈസ് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ മെയിൻ പോയിന്റ്. വിഷൻ ബോർഡ് കാണുന്നത് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനായിട്ടാണ്, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ക്ലാരിറ്റി. പക്ഷേ അത് കണ്ട ശേഷം അത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം നമുക്ക് വേറെ ചിന്തകളൊന്നും വരില്ല. അങ്ങനെ വിഷൻ ബോർഡ് കണ്ട ശേഷം വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ചിന്തകളൊന്നും വരില്ല. നമുക്ക് ആ കുറച്ച് നേരത്തേക്ക് എന്ത് പിക്ചേഴ്സ് കണ്ടാലും നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ ആ പിക്ചർ. അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആ ഫീലിങ്ങോടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഇനിയാണ് നമുക്ക് വേണ്ട കാര്യത്തിനെ കുറിച്ച് ആക്ഷൻ എടുക്കണം. നമ്മൾ ചുമ്മാ ചിന്തിച്ചാൽ പോരാ, അതിനു വേണ്ടി ആക്ഷൻ എടുക്കണം. അപ്പോഴാണ് ഇത് 100% വർക്കാവുന്നത്. വിഷൻ ബോർഡ് നിങ്ങൾ ഇതുവരെയും ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ. അത്ഭുതകരമായ മാറ്റം ലൈഫിൽ സംഭവിക്കും. 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണിത്. അതിൽ മെയിൻ വേണ്ടത് നമുക്ക് ആഗ്രഹിക്കുന്ന പിക്ചേഴ്സും നമ്മൾ ഡെയിലി രാവിലെ ഇത് കണ്ടിരിക്കണം. അതേപോലെ വിഷ്വലൈസ് ചെയ്തിരിക്കണം. ഫീലിങ്ങോടുള്ള വിഷ്വലൈസേഷൻ, അതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അതിനുശേഷം നിങ്ങൾ ആക്ഷൻ എടുക്കൂ, തീർച്ചയായിട്ടും നടന്നിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്